പീസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേരുടെ സംശയത്തിനുള്ള ഒരു ആ ഡൗട്ടിനെ ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് ചോദിച്ച ഒരു സംശയം ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് പൈസ വിഡ്രോ കൊടുത്തതിന് ശേഷം അത് ബാങ്കിലേക്ക് വരാൻ ഡിലേ ആകുന്നുണ്ട് എന്നുള്ള ഒരു കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ MyV3 ആഡിൽ നിങ്ങൾ പൈസ വിഡ്രോ ചെയ്തതിന് ശേഷം, വിഡ്രോ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ബാങ്കിലേക്ക് പൈസ വരുവാൻ എന്തുകൊണ്ട് ഡിലേ ആകുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ മറുപടിയാണ് ഞാൻ തരാൻ പോകുന്നത്. അപ്പോൾ ഇത്ര മാത്രമാണ്. നമ്മുടെ MyV3 ആഡിന്റെ ഭാഗത്തു നിന്നും അവരൊരു നിങ്ങൾ മണി റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുവാൻ എടുക്കുന്ന സമയം എന്താണെന്നുള്ളത് ആദ്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ എപ്പോഴാണോ പൈസ വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കുന്നത്, അതിൽ നിന്നും വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയ്ക്ക് ഉള്ളിലാണ് നിങ്ങളുടെ ബാങ്കിലേക്ക് പൈസ വരിക. ഞാൻ ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ പൈസ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയ്ക്കുള്ളിലാണ് നമ്മുടെ പൈസ ബാങ്കിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും വെള്ളിയോ ശനിയോ പൈസ റിക്വസ്റ്റ് അല്ലെങ്കിൽ മണി വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസം പോകുന്ന പോലെ തോന്നത്തില്ല. വിത്തിൻ 1 വീക്കിൽ നമുക്ക് പൈസ കിട്ടാൻ ഇടയായിത്തീരും. ഫോർ എക്സാമ്പിളിന് ഞാൻ ഇവിടെ ഒരു ഡേറ്റ് ഡിസംബർ എടുക്കുകയാണ്. ഡിസംബർ 18-ാം തീയതിയാണ് ഞാൻ വിഡ്രോ റിക്വസ്റ്റ് കൊടുക്കുന്നത് വെക്കുക. മൺഡേ ആണത്. 18-ാം തീയതി കൊടുക്കുകയാണ്. ആ വരുന്ന ഞായറാഴ്ച വരുന്നത് 24-ാം തീയതിയാണ്. അപ്പോൾ 24-ാം തീയതി കണക്ക് കൂട്ടണ്ട. അതിനുശേഷം വരുന്ന അടുത്ത ഞായറാഴ്ച 31-ആണ്. അപ്പോൾ നിങ്ങളുടെ പൈസ ഈ 31-ാം തീയതിക്കുള്ളിലെ നിങ്ങളുടെ ബാങ്കിൽ വരികയുള്ളൂ. അപ്പോൾ 10% ഡിഡക്റ്റ് ചെയ്തിട്ടാണ് പൈസ അക്കൗണ്ടിൽ വരിക. അപ്പോൾ ഞാൻ എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ, കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. 18-ാം തീയതി കൊടുക്കുന്നതിന് പകരമായിട്ട് ഞാൻ വെള്ളിയാഴ്ച 22 അല്ലെങ്കിൽ ശനിയാഴ്ച 23 റിക്വസ്റ്റ് കൊടുക്കുകയാണ്. 24 ഞായറാഴ്ച അത് കടന്നുപോയി. അടുത്ത് വരുന്ന 31-ന് മുൻപ് നമ്മുടെ പൈസ വരും. അതായത് തിങ്കൾ വരാം, ചിലപ്പോൾ ചൊവ്വ വരാം, അല്ലെങ്കിൽ ആ ആഴ്ച വരുന്ന വെള്ളി 29-നോ 30-നോ ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരാം. അപ്പോൾ നമുക്ക് അധികം ദിവസം പോയതുപോലെ തോന്നത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ബാങ്കിലേക്ക് പൈസ വന്ന ഒരു ഫീൽ ഉണ്ടാവും. ഒരാഴ്ചയിൽ തന്നെ നമുക്ക് പൈസ വന്നതുപോലെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇതാണ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ പൈസ അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത എമൗണ്ട് വരുന്നതിനുള്ള ടൈം പീരീഡ് അവർ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഓരോരുത്തർക്ക് ബാങ്കിൽ പൈസ ഇടുക. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബാങ്കിൽ പൈസ വന്നതിന് ശേഷവും MyV3 ആഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ വിഡ്രോ റിക്വസ്റ്റ് കൊടുത്തതിന്റെ സ്ഥാനത്ത് മഞ്ഞ ക്ലോക്ക് സിമ്പൽ തന്നെയാണ്, പച്ച കളർ തംസപ്പ് വന്നിട്ടില്ല എന്നുള്ള കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബാങ്കിന്റെ ഭാഗത്ത്, അതായത് നമ്മുടെ ആപ്ലിക്കേഷന്റെ ഭാഗത്തു നിന്നും കമ്പനിയുടെ ഭാഗത്തു നിന്നും പറഞ്ഞിട്ടുള്ള ടൈം പീരീഡിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരിക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. നമ്മുടെ കയ്യിൽ പൈസ എത്തിക്കുക. അപ്പോൾ അത് എത്തിയതിനു ശേഷം നമുക്ക് എപ്പോഴും 30 ദിവസത്തിലൊരിക്കൽ അടുത്ത റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ 30 ദിവസത്തെ ഗ്യാപ്പിൽ അവർ വെരിഫൈ ചെയ്ത് പതുക്കെ മാത്രമേ ആ ക്ലോക്ക് സിമ്പൽ മാറിയിട്ട് പച്ച തംസപ്പ് വരികയുള്ളൂ. അതിനുശേഷമേ നമ്മുടെ ആപ്ലിക്കേഷനിൽ പൈസ ഡിഡക്റ്റ് ആയത് കാണിക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ അക്കൗണ്ടിൽ ബാങ്കിൽ പൈസ കൃത്യസമയത്തിന് വരുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ശരി ഗൈസ്, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.